യുവരാജ് ഗോകുൽ എൻ്റെ കയ്യിലിരിക്കുന്നത് നോക്കൂ, ദാ ഇന്ത്യൻ ഭരണഘടനയാണ്. ഈ ഭരണഘടന ഇങ്ങനെ തുടർന്നാൽ നമുക്ക് അതിനകത്ത് ആർട്ടിക്കിൾ 26 കാണാൻ കഴിയും. ആർട്ടിക്കിൾ 26 ഇങ്ങനെയാണ് പറയുന്നത്: ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. എവരി റിലീജിയസ് ഡോമിനേഷൻ ഓർ എനി സെക്ഷൻ thereof shall have the right A to establish and maintain institutions for religious and charitable purposes. B. To manage its own affairs in matters of religion. C. To own and acquire movable and immovable property. And D. To administer such property in accordance with law. അതായത് ഈ രാജ്യത്ത് മതസ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള മൗലികാവകാശം ഉണ്ട് എന്നിരിക്കെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ അത്തരം ഒരു അവകാശത്തിൻ്റെ മുകളിൽ സർക്കാർ കടന്നു കയറേണ്ട എന്താവശ്യമുണ്ട്? അഭിലാഷ, കേൾക്കാനൊക്കെ വളരെ രസമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് വളരെ ആർട്ടിക്കിൾ 15 പ്രകാരം നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ ഉള്ളൂ. എൻ്റെ മേലേക്ക് കുതിര കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കോ, നിങ്ങളുടെ മേലേക്ക് കുതിര കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കോ ഇല്ല. കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിൽ തിരുച്ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു, അതിനകത്ത് എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവുന്നില്ല എന്നേ ഉള്ളൂ. ആ ഒരു ഗ്രാമം പരിപൂർണമായിട്ടും വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അയക്കപ്പെടുകയുണ്ടായി. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ എത്രയോ തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാർ, 2-3 തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാർ അപ്പം തന്നെ അവിടെ ഉണ്ട്. അവർക്ക് വില്ലേജ് ഓഫീസിൽ പോയിട്ട് അവരുടെ ഒരു വസ്തു ക്രയവിക്രയം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ഗ്രാമത്തിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ ഇന്നും പറയാൻ തയ്യാറാവും. 1000 വർഷത്തിന് മുകളിലായിട്ട് അവിടെ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിനകത്ത്, ആ ക്ഷേത്രം എപ്പോഴാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന്, ചോളരാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ പണിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് പറയുകയാണ് ഈ ഗ്രാമം പരിപൂർണമായിട്ട് ഞങ്ങളുടേതാണെന്ന്. ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് കോടതിയിൽ പോകാൻ അവകാശമില്ല, വില്ലേജ് ഓഫീസിൽ പോകാൻ അവകാശമില്ല, എങ്ങും പോകാൻ അവകാശമില്ല. ഞാൻ ഇന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് എൻ്റേതാണ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വഖഫ് ബോർഡിൻ്റെ മുമ്പിലേക്ക് പോകണം. വഖഫ് ബോർഡിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ചെലവിൽ ഞാൻ അവിടെ പോയിട്ട് പ്രൂവ് ചെയ്യണം ഇത് വഖഫിൻ്റെ പ്രോപ്പർട്ടി അല്ലാന്ന്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വഖഫിൻ്റെ പ്രോപ്പർട്ടി ആകുന്ന എന്താണ്, അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഷുഗർ കോട്ട് ചെയ്തൊക്കെ പറഞ്ഞു, ഒരാളുടെ ചിന്തയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ചിന്തയാണ് എന്ന് പറയുന്നത് തന്നെയാണ് പ്രശ്നം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഓറലി അങ്ങ് പറഞ്ഞു എന്നങ്ങ് സ്ഥാപിച്ചാൽ മതി. അതായത് ഇപ്പോൾ അഭിലാഷ് പറയുകയാണ്, എന്താണ് അഭിലാഷ് പറഞ്ഞു എന്ന് അഭിലാഷിൻ്റെ ഒരു പേരക്കുട്ടിയോട് പോയിട്ട് പറയാണ്, അഭിലാഷ് അന്ന് പറഞ്ഞിരുന്നു എന്താണ്, ഈ പ്രോപ്പർട്ടി വഖഫിന് തരാമെന്ന് പറഞ്ഞിരുന്നു, രേഖ വേണ്ട, ഡീഡ് വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളുടെ ചിന്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി. വളരെ നല്ല ഒരു നിയമമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ പറയുന്ന അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ഇല്ലല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യാൻ നിയമനിർമ്മാണം നടത്താം. പക്ഷെ ഇവിടെ നോക്കൂ, ഈ നിയമത്തിലെ തന്നെ പ്രൊവിഷൻ ഒന്ന് നോക്കൂ. ഇപ്പോൾ സെൻട്രൽ വഖഫ് കൗൺസിലിൽ മുസ്ലിം ഇതര അംഗങ്ങൾ എന്തിനാണ്? ദേവസ്വം ബോർഡിൽ ഹിന്ദു ഇതര അംഗങ്ങൾ ഉണ്ടോ? പാരീഷ് കൗൺസിലിൽ ക്രിസ്ത്യൻ ഇതര അംഗങ്ങൾ ഉണ്ടോ? ഗുരുദ്വാര നടത്തുന്ന കമ്മിറ്റിയിൽ സിഖ് ഇതരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സംസ്ഥാന വഖഫ് ബോർഡുകളിൽ എന്തിനാണ് മുസ്ലിം ഇതര അംഗങ്ങൾ? എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു വിഷയത്തിനകത്ത്, ഇപ്പോൾ പാളയം പള്ളി ഇരിക്കുന്ന സ്ഥലം ഗവൺമെന്റ് സ്ഥലമാണ് എന്ന് യുവരാജ് ഗോകുലിനൊരു ഡിസ്പ്യൂട്ട് ഉണ്ട് എന്ന് വെക്കുക. അങ്ങനെ പറഞ്ഞാൽ അതിൽ തീരുമാനം എടുക്കേണ്ട ആൾ കളക്ടറാണ് എന്ന് വരികയാണ്. കളക്ടർ ആ തീരുമാനം എടുക്കുന്നത് വരെ, യുവരാജ് ആ ഡിസ്പ്യൂട്ട് ഉന്നയിച്ച സമയം മുതൽ കളക്ടർ ആ തീരുമാനം എടുക്കുന്നത് വരെ ഈ പാളയം പള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസ്ജിദ് അത് വഖഫ് പ്രോപ്പർട്ടി അല്ലാതാവുകയാണ്. ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുക? എനിക്ക് മനസ്സിലായില്ല. ഞാൻ നാളെ രാവിലെ പോയിട്ട് ഒരു രേഖ ഹാജരാക്കാണ്ട് ഇതെന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് പ്രോപ്പർട്ടിയാണ്? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, അഭിലാഷ് ഇത് വളച്ചൊളിച്ച് അവതരിപ്പിക്കരുത്. അങ്ങനെയൊന്നും അല്ല. വഖഫ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കളക്ടർ റവന്യൂ രേഖകൾ നോക്കി ഇത് പള്ളിയുടെ പ്രോപ്പർട്ടി ആണെന്ന് ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നത് വരെ, ആ നിമിഷം വരെയും അത് വഖഫ് പ്രോപ്പർട്ടി അല്ലായിരിക്കും, അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടി എന്ന സ്റ്റാറ്റസ് ആ പ്രോപ്പർട്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് നിയമം. അഭിലാഷെ, പ്രോപ്പറായിട്ടുള്ള രേഖകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കളക്ടർക്ക് ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി 5-10 മിനിറ്റ് മാത്രം മതി. ഇത് എന്താണ്, ഒരു ചിന്തയിൽ നിന്നുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം നേരത്തെ മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു രേഖകൾ, ഇപ്പോൾ പാളയം മസ്ജിദിന്റെ കാര്യം അങ്ങ് പറഞ്ഞു, തൊട്ടടുത്തിരിക്കുന്ന അമ്പലം നാളെ ഈ മസ്ജിദ് പറയുകയാണ്, അല്ലെങ്കിൽ വഖഫ് ബോർഡ്, മസ്ജിദിന്റെ അല്ല വഖഫ് ബോർഡ് പറയുകയാണ് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അത് അമ്പലത്തിൻ്റെതല്ലാണ്ടായിട്ട് മാറിയെന്നേ.
അത് ദേവസ്വം ബോർഡിന്റെ അല്ലാണ്ടായിട്ട് മാറി. നേരെ മറിച്ച് അമ്പലം പറയാണ് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. കൂടിപ്പോയാൽ നമുക്ക് കളക്ടർ അടുത്ത് പോവാം, അതിൻ്റെ അപ്പുറത്ത് കോടതിയിൽ പോവാം, വ്യവഹാരങ്ങളിലേക്ക് പോകാം, എല്ലാം പോകാം. വഖഫ് ബോർഡ് പറയാണ് ഈ അമ്പലം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ കോടതിയിൽ പോകണ്ട, കളക്ടറുടെ അടുത്ത് പോകണ്ട, ആരുടെ അടുത്തും പോകണ്ട. വഖഫ് ബോർഡിന്റെ അടുത്ത് പോയിട്ട് ഈ പറയുന്ന അമ്പല കമ്മിറ്റിക്കാരിരിക്കണത് ഞങ്ങളുടേതാണ് കേട്ടോ, നിങ്ങളുടേതല്ല കേട്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഖഫിന്റെ നിയമങ്ങളിൽ വഖഫ് ചെയ്യാം എന്നൊക്കെ പറയുന്നതിന്റെ നിയമങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാലങ്ങളായിട്ട് റിലീജിയസ് പ്രാക്ടീസ് അനുവദിച്ചു വരുന്ന സ്ഥലങ്ങളെയൊക്കെയും വഖഫ് ബോർഡിന് കയറിയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്. നാളെ പുത്തരിക്കണ്ട മൈതാനത്ത് എത്രയോ വർഷങ്ങളായിട്ട് ഈദ്ഗാഹ് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ റിലീജിയസ് ആക്ടിവിറ്റി അവിടെ നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പുത്തരിക്കണ്ട മൈതാനം ഞങ്ങളുടേതാണെന്ന് അവർ ക്ലെയിം ചെയ്താൽ എന്ത് ചെയ്യും? അങ്ങനെ ഇതുവരെ നമാസ് നടന്നിട്ടുള്ള എത്ര മൈതാനങ്ങൾ ഇത്തരത്തിൽ വഖഫ് പ്രോപ്പർട്ടി ആയിട്ടുണ്ട്? കേൾക്കട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ. ദ്വാരകയില് 2 ഐലൻഡ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണെന്ന് തോന്നുന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ ഇരിക്കുന്ന ബിൽഡിംഗ്, മെയിൻ ബിൽഡിംഗ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്രയോ ക്ലെയിം നടന്നിരിക്കുന്നു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. തിരൂരിനടുത്തിട്ടുള്ള അറയ്ക്കൽ ഭഗവതി ക്ഷേത്രം, അറയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിന് ഒരു ദിവസം അങ്ങ് നോട്ടീസ് വരികയാണ് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട്. 2013 മുൻപ് നോട്ടീസ് കിട്ടിയത് കൊണ്ട് മാത്രം അതിന്ന് കോടതിയിൽ നിൽക്കുകയാണ്. 2013 ശേഷമാണ് ആ നോട്ടീസ് വന്നിരിക്കുന്നത്. 2013 കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഈ പറയുന്ന അമെന്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഒരു 2013 ശേഷമാണ് ആ നോട്ടീസ് വന്നിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഈ പറയുന്ന പോലെ വഖഫിന്റെ അടുത്ത് പോയിരിക്കേണ്ടി വന്നേനെ. ഇപ്പം ഞാൻ അഭിലാഷ് ചോദിച്ചല്ലോ എവിടെയാണ് ക്ലെയിം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചല്ലോ. അഭിലാഷ ഞാൻ വളരെ കൃത്യമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു തന്നു. തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം മുഴുവനായിട്ട് ഞങ്ങളുടെ ക്ഷേത്രം ഉൾപ്പെടെ കിരൺ റിജിജു ഇന്ന് പാർലമെന്റിലും പറഞ്ഞു. ഞാൻ അതിലേക്ക് വരാം.